ഓക്കെയാ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം പറയപ്പോൾ കുട്ടി. അപ്പോൾ സദ്യയും കാര്യങ്ങളൊക്കെ ഉമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അടുക്കളയിൽ. അപ്പോൾ ഇലയിൽ വിളമ്പാനുള്ള കറികളായാലും A to Z ഒക്കെ റെഡിയാണ്. അപ്പം നമ്മൾക്കിനി എങ്ങോട്ട് പോവാം? വാഴ മുറിക്കാനായിട്ട് പോവാം. അപ്പോൾ വാഴ മുറിക്കാനായിട്ട് നമ്മൾ പറമ്പിലെത്തിയിട്ടുണ്ട്. വാഴ കിട്ടാനില്ല, അപ്പോൾ ഒരുപാട് ദൂരം നടന്നു വന്നു. അപ്പം എന്തായാലും ഇതിലുണ്ടോ നോക്കാം. വാഴ പാമ്പാ അപ്പോൾ വാഴ കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിതിനെ പീസാക്കാം. മതി 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 മതി. ഞാൻ പറയാം. അടിപൊളി ഓണസദ്യ. അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം ഹാപ്പി ഓണം. എല്ലാ ഐറ്റം ഉണ്ട്. കേബേജ് ഉപ്പേരി, പൈനാപ്പിൾ കറി, ഉരുളക്കിഴങ്ങ് കറി, ഇത് മറ്റേ തേങ്ങയൊക്കെ അരച്ചിട്ട് കറിയുടെ പേരൊന്നും അറിയില്ല. ഇത് വന്നിട്ട് മറ്റേത് അവിയൽ, ക്യാരറ്റ്, ബീട്രൂട്ട്, ഇഞ്ചിമ്പുളി, ഇത് കായ ചെറുപയറും കൂടെ, ഇത് കായ വറുത്തത്, ഇത് ശർക്കര ഉപ്പേരി, പഴം, പപ്പടം, സാമ്പാർ, ചോറ്, പായസം, പാൽപ്പായസം, മറ്റേ പായസം, പാൽപ്പായസം, മറ്റേ അടപ്രഥമം. അപ്പോൾ എല്ലാം കൂട്ടി പിടിച്ചൊരു പിടപെടക്കാൻ പോകുന്നത് നമ്മുടെ ഹാപ്പി ഓണം. സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാവരും വരാൻ കഴിക്കാം. എല്ലാത്തിൽ നിന്നും ഓരോ തരീശം എടുത്ത് വയ്ക്കണം. ഇഞ്ചും പുളി, അതുപോലെ ഇത് എല്ലാം, പിന്നെ ഇത് ചോറ്. എന്നിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഷെമീറും ഇല്ല, നമ്മുടെ ചിത്തുമോളും ഇല്ല അല്ലേ? അതില്ലാത്തൊരു കുറവ് തന്നെയാണ്. നമ്മുടെ മക്കൾ രണ്ടാളും എന്തോ ഇപ്രാവശ്യത്തെ ഓണസദ്യക്ക് ഒരാളുണ്ട്. അപ്പോൾ ഇനി രണ്ടാൾ കുറവാണ്. അപ്പം അതിന് കുറവ് വേറെ അറിയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഓണസദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉമ്മ പറഞ്ഞ പോലെ എല്ലാവിധ കൂട്ടു സാധനങ്ങളും ഉണ്ട്. അപ്പോൾ പച്ചടി, കിച്ചടി എന്ന് പറഞ്ഞിട്ട് എത്ര ഐറ്റം ഉണ്ട്? 1 2 3 4 5 6 7 10 13 ചക്കപ്പേരിയും പഴമൊക്കെ ചേർത്ത് 15 ഐറ്റം ഉണ്ട്. പായസം കാര്യങ്ങളായിട്ട് ഇപ്രാവശ്യത്തെ ഓണം എന്തായാലും അടിച്ചു പൊളിച്ചു. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണം എന്ന് വെച്ചാൽ 4 പേരുണ്ട്. 2 ആളൊരു കുറവുണ്ട്, ഷെമീറും അവൻ്റെ വൈഫും. അപ്പോൾ അവൻ ദുബായിലാണ്, വൈഫ് അവരുടെ വീട്ടിലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും ഒരു പ്രാവശ്യം അടുത്ത ഓണത്തിന് ഇൻഷാ അല്ലാഹ് അവർ രണ്ടാളുണ്ടാവും. മോൻ പിന്നെ അവിടെ ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അവർ രണ്ടാൾ ഈ ഓണം ഇതേപോലെ സദ്യയിൽ രണ്ടാളുണ്ടാവും, ഉമ്മയും മോനും ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണവിശേഷം. എല്ലാ വിഭവങ്ങളായിട്ട് എല്ലാവരും ഒത്തുചേർന്ന് കഴിക്കല്. അപ്പോൾ
അടുത്ത വർഷം ഇതുപോലെ ഹാപ്പി ആയിട്ട് ഓണം ആഘോഷിക്കാനുള്ള എല്ലാവിധ ഭാവിയും കിട്ടട്ടെ. ഹാപ്പി ഓണം.